ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താ വെച്ചാൽ ഒരു സൺഡേ കേട്ടോ. ഇന്ന് മക്കളൊക്കെ സ്കൂള് ഇല്ലല്ലോ, അപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് രാവിലെ തന്നെ ഓളൊരു കത്തിരുത്ത് ഇറങ്ങിയിരിക്കണ്. എവിടേക്കാണെന്ന് കൊണ്ട് പോണത് എന്ന് ചോദിച്ചപ്പോൾ പറയണേ അവിടെ ഒരു കറ്റാർവായ ഉണ്ടിക്കണേ, അത് പറിക്കാൻ പോവാണെന്ന്. എന്താ ഒരു പണി കണ്ടോ, തലയത്തേക്കാൻ. അപ്പോൾ ഈ തലയിലാണ് ഓരോ ഗൈസ് തേക്കുന്നത്. എന്താണ് മുറിച്ചിട്ടാലും ആദ്യമേ ഓരോന്നിങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ശീലം ഉണ്ടായിരുന്നേ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും കേട്ടോ. ഞാൻ കളയാത്തൊരു സാധനം കേട്ടോ ഈ ഒരു കറ്റാർവായ. സംഭവം നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ കെയർ ചെയ്യൊന്നും വേണ്ട. ഇച്ചിരി മണ്ണുണ്ടെങ്കിൽ തന്നെ ഇത് ഓട്ടോമാറ്റിക് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിതിങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കണം കേട്ടോ. ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിന്നെ സാഹചര്യം മൂലം നമ്മൾ ഒക്കെ കളഞ്ഞിട്ടിട്ടാണ് കേട്ടോ വരാറുള്ളത്. ചിലതൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു സാധനമാണ് ഈ ഒരു കറ്റാർവായ. വീച്ചിട്ടില്ല കണ്ടോ. പിന്നെ റിഫമോളുണ്ടല്ലോ, അവളെ ഒരു ക്രോഷി കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ഇങ്ങനത്തെ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്ര എണ്ണം വേണം റിഫേ? 22 ഫ്ലവർ വേണം കേട്ടോ, എന്നാലേ അത് റൗണ്ട് ആവുള്ളൂ. 3 തരം ഫ്ലവേഴ്സിലാണ് കേട്ടോ. ഗ്രീനും ബ്ലൂവും പിന്നെ ഈ ഒരു കളറും. ഇത് സെറ്റാക്കി റെഡിയാക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ ഒക്കെ കുറച്ച് വലുതായിപ്പോയി, അതാണ് ഇത്രയും ഫ്ലവർ വേണ്ടത്. എന്തായാലും റെഡി റിഫേ വലിയ പൊക്കെയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടോ. പിന്നെ ഒരു അമ്മക്കുട്ടീനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ. പിന്നെന്താ ഹെഡ്സെറ്റൊക്കെ ഇട്ടിരിക്കണതാ ഇവിടെ. ഇതാണ് ക്രോഷി ഹെഡ്സെറ്റ്. ഇതിൻ്റെ ഫ്ലേവറുകളൊക്കെ കണ്ടില്ലേ, കുറച്ചൊക്കെ ഉണ്ടാക്കിയാണ്ട് അവൾ കുളിക്കാൻ പോയേക്കും. ഒറ്റടിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല കേട്ടോ ഈ ഒരു ബൊക്ക എന്ന് പറയണത്. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഫ്ലവർ കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടായിട്ടോ. പിന്നെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കാറ്. എവിടെക്കാണ്? കോളനിക്ക്. ഞങ്ങൾ മുന്നേ താമസിച്ചൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ബെസ്റ്റൊക്കെ താമസിക്കുന്ന അവിടെ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. മഴയൊന്നുമില്ലെന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഗോതമ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണക്കി. അതിനാണെങ്കിൽ ഒരു ട്രാപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ, പ്രാവിനെ പിടിച്ചാൽ. കിട്ടിയൊന്നുമില്ല, മുഞ്ചിക്കണില്ലേ, മഴയായിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ പോട്ടെ. ഇപ്പം സമയം 4 മണി കേട്ടോ. ഇനി നടന്നാണ് പോണത്. എപ്പോഴും തിരിച്ചു വരികയെന്നറിയില്ല. സിജുണ്ടാ റീഫിൻ്റെ പൊക്ക സെറ്റ് ആയിട്ടില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ അത് ഹെമ്മിന്ന് സൂചി കാണാനില്ല. ഏതായാലും പോട്ടെ. മഴ പെയ്താലോ ബേഗിലേക്കരടി കുറ്റം പറഞ്ഞ കറി. സിജുവിൻ്റെ പണിയിട്ട ഉണ്ടപ്പക്രു ഭരണി, പിന്നെന്താ പറയുക ഗൈസ്, ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയും. പ്രസവിച്ച് എണീക്കട്ടെ, ഞാൻ ജിമ്മിനൊക്കെ പോയി തടിയൊക്കെ കുറക്കും. ഞങ്ങളിങ്ങനെ പോണുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പോണ ആളവിടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും പോയോ. അയ്യോ ഗൈസ്, കയറ്റാണ് കേട്ടോ നമുക്ക് പ്രശ്നം. ഇപ്പം എന്താ കൊക്കക്കോടയും പിടിച്ച് മേലക്കോണ്. എന്തായാലും ഒരു കയറ്റം കയറിയാലും ഒരു ഇറക്കാം കേട്ടോ. ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് ഇഷ്ടം. ചിലപ്പോൾ ഒരു സൺഡേ കേട്ടോ, അത് കാരണം ചിലപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ ഞാനൊരു നടക്കാനിറങ്ങിയ പോലെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ടും ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ പുറത്തിറങ്ങിയതാണ്. എന്തായാലും ഉണ്ടോ ഇല്ലോ എന്നും അറിയില്ല കേട്ടോ. പോയി നോക്കട്ടെ. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ച് നോക്കിയാലോ എന്നിങ്ങനെ കരുതി. മുഴുവൻ്റെ വീട്ടിലത്തെ ചെടികളാട്ടോ, ഇതൊക്കെ ഒറിജിനൽ ചെടികളാണ്. ഉണ്ടോ വൈറ്റ് റോസാപ്പൂവൊക്കെ ഉണ്ട് ഇവിടെ. വൈറ്റ് റോസാപ്പൂ ഇതെന്തുവാ, എന്തൊക്കെ പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ മാളും അവിടെ ഇല്ല. അവള് കൊച്ചി പോയേക്കാണ്. അയ്യോ മുഞ്ചി. അവളെ മുറ്റത്തിൻ്റെ കുടുംബശ്രീ എവിടെ കുറച്ച് ചെടിയും പറിച്ച് ഞാൻ പോവാ. ഞാൻ വന്നു എന്ന് പറയണ്ടോ. ഇതിൽ ഏതൊക്കെ കളറുണ്ട്? റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. മുഞ്ചിയോ ഗൈസ്, ഞങ്ങളവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക, മാളും കൊച്ചിക്ക് പോയേക്കാണ്.
എടി മഴ പൊടിയുണ്ടടി കൊടി പിടിക്കും. ഞങ്ങളപ്പം എന്ത് ചെയ്തു മോട്ടിൽ നിന്ന് കുറച്ച് ചെടിയും വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നു. 10 മണി മുല്ല കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ മാളുവിൻ്റെ മുറ്റത്തുണ്ടല്ലോ, മാളുവിൻ്റെ സിറ്റൗട്ടിൽ നിറച്ച് ചേച്ചിമാരിക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു ഓലുണ്ടാവേക്കാരെ അവളിഞ്ഞ് സർപ്രൈസ് ആക്കിയതേക്കാരെന്ന്. അപ്പം എന്താണെന്നറിയോ, കുടുംബശ്രീയാണ്. അപ്പോൾ കുറച്ച് 10 മണി 8 മണി എന്തൊക്കെ പൂവും പറിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ മാളൂസിൻ്റെ അടുത്തേക്ക് പിന്നെ എന്തെങ്കിലും പോവാൻ വിചാരിച്ചു. ആ മഴ പൊടിയുണ്ട്, നല്ല ചാറ്റൽ മഴ. അപ്പോൾ ഞങ്ങൾ കയറ്റം കയറി പോണില്ല കേട്ടോ. നൂലല്ല സൂചി. അത് ഞാൻ തുന്നിത്തരാം, സാധാ സൂചിനോണ്ട്. എന്തായാലും മാളുവിൻ്റെ അടുത്തേക്ക് എന്തായാലും മാളുവിൻ്റെ അടുത്തേക്ക് പോയില്ല, ഓളവിടെ എല്ലാനും. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, പറഞ്ഞുതരാം. അപ്പം നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നമ്മൾ ക്രോഷ് കംപ്ലീറ്റ് ചെയ്യാം, അത് ഇനി നടക്കുള്ളൂ. പിന്നെ പോണിടയിൽ ഇവിടെ നല്ലൊരു സ്ഥലം കേട്ടോ, അവിടെയും പോയിട്ട് നമുക്ക് 2 ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. ഇനി അവൾ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വരുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അവിടെ നല്ല അടിപൊളി പിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഈ വൈൻ്റെ അവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പരിചയമുള്ള സ്ഥലമാണ്, നമ്മളറിയുന്ന ആളുകളാണ് കേട്ടോ. അതാണ് എത്ര ധൈര്യത്തോടെ പോയിട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ കമൻ്റ് ഇടാൻ നിൽക്കണ്ട ഗൈസ്. മഴ ചെയ്തു പിന്നെ ഫോട്ടോ എടുത്ത ഭാഗ്യം അല്ലേ. ഞങ്ങൾക്ക് വട്ടാണോ ചോദിച്ചു ചിലപ്പോൾ. ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോട്ടെ കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ബൊക്കൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. ഇത്രയും ഫ്ലവർ ഉണ്ട് കേട്ടോ, ഇത്രയും ഫ്ലവർ ഇതിമൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ പകുതി ഫ്ലവറായില്ലേ റിഫേ, പകുതി ഫ്ലവറായി. എന്താ പണി, ഇനി പകുതി ഫ്ലവറും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫൈനൽ നമ്മളെ ബൊക്ക നൈറ്റ് ആയപ്പോഴാണ് കേട്ടോ കംപ്ലീറ്റ് ആയത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ളും കവറായിട്ട് ഫ്ലവറൊക്കെ വെച്ചിട്ട് അവൾ ഒത്തിരി സമയം എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് കാണാൻ അടിപൊളി, അത് റിയലായി കാണാൻ രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സംഭവം ഇതാണ് കേട്ടോ, നമ്മളെ ഒരു അത്തപ്പൂക്കൾ ഇട്ട പോലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസം കേട്ടോ. ഇത് കുറേ പണി എടുത്തിട്ടുണ്ട് കേട്ടോ അവള്. ഞാൻ ക്രോസ് ചെയ്തതിൽ ഏറ്റവും വലിയ സംഭവമാണ് ഇത്. അവൾ ക്രോസ് ചെയ്തതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഏറ്റവും വലുതാണിത്. പിന്നെ മറ്റേതൊക്കെ ചെറിയ ഐറ്റംസുകളാണ് കേട്ടോ ചെയ്തത്. പക്ഷേ ഇത് സംഭവം അടിപൊളി കേട്ടോ. ഇത് നമ്മൾക്കിങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു ബൊക്ക പോലെ ഫീൽ ചെയ്യും. നമുക്കൊരു ഇതിന് ബൊക്ക മറ്റേ കവറ് റാപ്പർ വെച്ചിട്ട് ഒരു ബൊക്ക ഉണ്ടാക്കണം ഗൈസ്. ഇനി ഞാൻ അടുത്ത ആൾക്ക് എന്ത് ടാസ്ക് കൊടുക്കണമെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് അറിയിക്കുക. പിന്നെ എൻ്റേതായ ഒരു ടാസ്ക് ഉണ്ട്, ചിലപ്പോൾ അതായിരിക്കും ഞാൻ ചെയ്യാൻ കൊടുക്കുന്നത്. എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ.